അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 1ാമത്തെ പാഠമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അദ്ദർസുൽ അവ്വൽ, 1ാമത്തെ പാഠം. അൽ മദീനത്തുൽ മുനവ്വറ. പാഠത്തിൻ്റെ പേര് അൽ മദീനത്തുൽ മുനവ്വറ, പ്രകാശിക്കപ്പെട്ട പട്ടണം. ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണിച്ചു അന്നാസ, ജനങ്ങളെ, ഇലൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക്, ഫീ മക്കത്ത, മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഫഗളിബൽ മുശ്രിക്കൂന, അപ്പോൾ മുശ്രിക്കുകൾ ദേഷ്യപ്പെട്ടു. ഫഗളിബ, ദേഷ്യപ്പെട്ടു, അൽ മുശ്രിക്കൂന, മുശ്രിക്കീങ്ങൾ അഥവാ ബഹുദൈവ വിശ്വാസികളെയാണ് മുശ്രിക്കുകൾ എന്ന് പറയുന്നത്. വ ആദൗ, അവർ ഇടങ്ങിയറാക്കി അഥവാ ബുദ്ധിമുട്ടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും, വ അസ്ഹാബഹു, നബിയുടെ സഹാബാക്കളെയും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളെയും. സുമ്മ ഹാജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയി അഥവാ പലായനം ചെയ്തു. വ അസ്ഹാബുഹു, നബിയുടെ അനുയായികളും സ്വഹാബികളും, മിൻ മക്കത്ത, മക്കയിൽ നിന്ന്, ഇലൽ മദീന, മദീനയിലേക്ക്. ഫസ്തഖ്ബലഹു, അവരെ സ്വീകരിച്ചു. അഹ്ലുൽ മദീനത്തി, മദീനയിലുള്ള ആളുകൾ, മദീനയിലുള്ള നിവാസികൾ അവരെ സ്വീകരിച്ചു. യദ്രിബൂന, അവർ മുട്ടിക്കൊണ്ടിരിക്കുന്നു. അദ്ദുഫൂഫ, ദഫുകൾ മുട്ടിയ നിലയിലാണ് മദീനക്കാർ അവരെ സ്വീകരിച്ചത്. വയുൻഷിദൂന, അവർ നശീദ പാടുന്നുമുണ്ടായിരുന്നു അഥവാ അവർ പാട്ട് പാടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പാട്ട്? ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഅ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഅ. തലഅൽ ബദ്റു അലൈന, തലഅ ഉദിച്ചു, അൽ ബദ്റു പൂർണ്ണചന്ദ്രൻ, അലൈന ഞങ്ങളിൽ, നബിയെ വർണ്ണിച്ചു പറയുകയാണ്, ഞങ്ങളിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു. മിൻ സനിയാത്തിൽ വദാഇ, മലമടക്കുകൾക്കിടയിലൂടെ ഞങ്ങളിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു. വജബ നിർബന്ധമായിരിക്കുന്നു, അശ്ശുക്കുറു നന്ദി പ്രകടിപ്പിക്കൽ, അലീന ഞങ്ങളിൽ, ഞങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കൽ നിർബന്ധമായിരിക്കുന്നു. മാ ദഅ ലില്ലാഹി ദഅ, പ്രബോധകർ അള്ളാഹുവിന് വേണ്ടി പ്രബോധനം ചെയ്യുമ്പോഴൊക്കെയും, മാ ദഅ ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി പ്രബോധനം ചെയ്യുമ്പോഴൊക്കെയും, ദാഇൻ പ്രബോധനം ചെയ്യുന്നവർ. ബനന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണിതു അഥവാ നിർമ്മിച്ചു. വ അസ്ഹാബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളും സ്വഹാബാക്കളും, മസ്ജിദൻ, ഒരു പള്ളി നിർമ്മിച്ചു, ഫിൽ മദീനത്തി, മദീനയിൽ. ഇഷ്തഹറ ഹാദൽ മസ്ജിദു, ഈ പള്ളിയാണ് പ്രസിദ്ധമായത്, ബിസ്മിൽ മസ്ജിദുൻ നബവി, മസ്ജിദുൻ നബവി എന്ന പേരിലൂടെ, മസ്ജിദുൻ നബവി എന്ന നാമത്തിലൂടെ പ്രസിദ്ധമായ പള്ളി ഇതാണ്. ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു 10 സനവാത്തിൻ, 10 വർഷം, ബഅദൽ ഹിജ്റത്തി, ഹിജ്റയ്ക്ക് ശേഷം,
മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം 10 വർഷം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു. സുമ്മ തൗഫിയ, പിന്നീട് വഫാത്താക്കപ്പെട്ടു. വദുഫിന, മറമാടപ്പെട്ടതും ഫിൽ മദീനത്തിൽ മുനവ്വറ, മദീനത്തുൽ മുനവ്വറയിലാണ്, അഥവാ പ്രകാശിക്കപ്പെടുന്ന പട്ടണത്തിലാണ്, മദീനയിലാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, വഫിഖ്ന, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ, തൗഫീഖ് നൽകണേ, ലി സിയാറത്തി ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ, ഫിൽ മദീനത്തിൽ മുനവ്വറ, മദീനത്തിൽ മുനവ്വറയിൽ പോയി. വലാ തജഅൽന, ഞങ്ങളെ നീ ആക്കരുതേ, വലാ തജഅൽന, ഞങ്ങളെ നീ ആക്കരുതേ, മിനൽ ഖായിബീൻ, നിരാശരിലാക്കരുതേ, നിരാശ അഥവാ പരാജയം സംഭവിക്കുന്നവരിൽ ഞങ്ങളെ നീ ആക്കരുതേ. ആമീൻ. ഈ ദുആ സ്വീകരിക്കുകയാണ്. പാഠത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഈ പാഠത്തിൽ ഇസ്മിനെ കുറിച്ചും അതേപോലെ തന്നെ ഫിയലിനെ കുറിച്ചും ഹർഫിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. ഇസ്മ്, ഫിയല്, ഹർഫ്, ഈ 3 വളരെ പ്രധാനപ്പെട്ടതാണ്. അറബി പദമെടുത്ത് നോക്കിയാൽ അത് നമുക്ക് ഒന്നിരിക്കലും അത് ഇസ്മായിരിക്കാം, അല്ലെങ്കിൽ ഫിയലായിരിക്കാം, അല്ലെങ്കിൽ ഹർഫായിരിക്കാം. അപ്പോൾ ഇസ്മും ഫിയലും ഹർഫും ഏതാണ് എന്ന് കൂടി പഠിക്കുന്ന ഒരു പാഠവും കൂടിയാണ് ഇത്. നമുക്കിതിൽ വന്ന ഇസ്മുകൾ ഏതൊക്കെ നോക്കാം. റസൂല്, അല്ലാഹ്, അന്നാസ്, അൽ ഇസ്ലാം, മക്ക, അൽ മുശ്രികൂന, അസ്ഹാബ്, അൽ മദീന, ഹും, അഹ്ല്, അദ്ദുഫൂഫ്, അന്നബിയു, മസ്ജിദൻ, ഹാദ, ഇസ്മ്, അൽ മസ്ജിദുൻ നബവി, അഷറ, സനവാത്തിൻ, ബഅദ, അൽ ഹിജ്റ, അൽ മുനവ്വറ, സിയാറത്ത്, ഖബർ, അൽ ഖായിബീൻ, ഹു, ന, ഇവകളൊക്കെ ഇസ്മുകളിൽ പെടുന്നതാണ്. എന്നാൽ ഫിയലുകളിൽ പെടുന്നതാണ് ദഅ, ഗളിബ, ആദൗ, ഹാജറ, ഇസ്തഖ്ബല, യദ്രിബൂന, യുൻഷിദൂന, ബന, ഇസ്തഹറ, ആശ, തുവഫിയ, ദുഫിന, വഫിഖ്, ലാ തജ്അൽ, ഇവകളൊക്കെ ഫീലുകളിൽ പെടുന്നതാണ്. അടുത്ത അൽ ഹുറൂഫ്, ഹർഫുകൾ ഏതെല്ലാം. ഇല, ഫി, ഫ, വ, സുമ്മ, മിൻ, ബി, ലാ, ഇവകളൊക്കെ ഹർഫുകളിൽ പെടുന്നതാണ്. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. നുമയ്യിസുൽ ഫീല വൽ ഇസ്മ വൽ ഹർഫ മിനൽ ആതിയതി വനക്തുബുഹ ഫിൽ ബിതാഖ. ഇവിടെ താഴെ കൊടുത്ത ഒരു പാരഗ്രാഫിൽ നിന്ന് ഇസ്മ ഏതാണ്, അതേപോലെ തന്നെ ഫിയൽ ഏതാണ്, ഹർഫ് ഏതാണെന്ന് വേർതിരിച്ച് നമുക്ക് എഴുതണം. ഇസ്മും ഫീലും ഹർഫ്. ഫി യൗമി ഉത്ലത്തിൻ ഖറജ ഹാമിദുൻ മഅ സ്വദീഖിഹി ഇലൽ ഹദീഖത്തി റഅ ഫിൽ ഹദീഖത്തി അസ്ഹാറൻ ജമീലത്തൻ ഖാല ലിസ്വദീഖിഹി ഹാദാ മൻളറുൻ ജമീലുൻ. ഇതിൽ നമുക്ക് ഇസ്മുകളായി കാണുന്നത് യൗമ്, ഉത്ലത്ത്, ഹാമിദ്, സ്വദീഖ്, അൽ ഹദീഖ, അൽ ഹദീഖ, അസ്ഹാർ, ജമീൽ, സ്വദീഖ്, മൻളർ, ജമീൽ, ഇവകളൊക്കെ ഇസ്മുകളായിട്ട് വരുന്നതാണ്. ഫീലുകളായിട്ട് വരുന്നതോ ഖറജ, റഅ, ഖാല എന്നിവയാണ്. ഹർഫുകളായി വരുന്നത് ഫി, മഅ, ഇല, ഫി, ലി, ഹാദ, ഇവകളൊക്കെ ഹർഫുകളായി വരുന്നതാണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. നുകമ്മിൽ ജുമലത്ത ബിവളൈ കലിമത്തിൻ മുനാസിബത്തിൻ മിമ്മ ബൈനൽ ഖൗസൈൻ. ഇവിടെ ബ്രാക്കറ്റിൽ 3 ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫാത്തിമത്തു, അതൊരു ഇസ്മാണ്. ഇല, അതൊരു ഹർഫാണ്. ഫതഹ, അതൊരു ഫിയലാണ്. അപ്പോൾ താഴെ ഫിയല് വേണ്ട സ്ഥലത്ത് ഫീല് നൽകണം, ഇസ്മ നൽകേണ്ട സ്ഥലത്ത് ഇസ്മ നൽകണം, ഹർഫ് വേണ്ട സ്ഥലത്ത് ഹർഫ് നൽകണം. നമുക്ക് നോക്കാം. ഫതഹൽ ഖാദിമു അൽ ബാബ. ഖാദിമ്, സേവകൻ, വാതിൽ തുറന്നു. അവിടെ ഫതഹ ഫിയലാണ്, തുറന്നു.
അടുത്ത ഖറഅത്തു വായിച്ചു, ഫാത്തിമത്തു ഫാത്തിമ വായിച്ചു, അൽ ഖുർആന ഖുർആനിനെ വായിച്ചു. ഖുർആന് ഫാത്തിമ ഓതി. ദഹബൽ ഔലാദു മക്കൾ പോയി, ഇലൽ മൈദാൻ മൈദാനിലേക്ക്, ഇല. അപ്പോൾ ഫേല് വേണ്ട സ്ഥലത്ത് ഫേലിനെ കൊടുത്തു, ഇസ്മിനെ വേണ്ട സ്ഥലത്ത് ഇസ്മിനെ കൊടുത്തു, ഹർഫിനെ വേണ്ട സ്ഥലത്ത് ഹർഫിനെ കൊടുത്തു. അടുത്തൊരു ഭാഗമാണ് നഫ്ഹമുൽ മഅന വനക്തുബുഹു, അർത്ഥം മനസ്സിലാക്കി എഴുതുക. ദആ ക്ഷണിച്ചു, ദആ ക്ഷണിച്ചു. ഗളിബ ദേഷ്യപ്പെട്ടു, ഗളിബ ദേഷ്യപ്പെട്ടു. ബന നിർമ്മിച്ചു, ബന നിർമ്മിച്ചു. ഇഷ്തഹറ പ്രസിദ്ധമായി, ഇഷ്തഹറ പ്രസിദ്ധമായി. അടുത്തൊരു ഭാഗമാണ് നഖറഉൽ ആയാത്തി താലിയ വനുമയ്യിസുഹ മിൻഹ അൽ ഫിഅല വനഖുത്തു തഹ്ത. താഴെ കാണുന്ന ആയത്തുകളിൽ നിന്ന് ഫിഅലിനെ വേർതിരിച്ച് അടിവര ഇടുക. അർ റഹ്മാൻ അവിടെ ഫിഅലില്ല. അല്ലമൽ ഖുർആൻ ഇവിടെ അല്ലമ എന്നുള്ളത് ഫിഅലാണ്. ഖലഖൽ ഇൻസാൻ ഖലഖ എന്നുള്ളത് ഫിഅലാണ്. ഇവിടെ ഫിഅലിലേക്ക് അടിവര ഇട്ട് നൽകുക എന്നുള്ളതാണ്. ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാം. അൽ ഈമാനു യഇരിസു ഇലൽ മദീന, ഈമാൻ മദീനയിലേക്ക് ചെന്നു ചേരും. ഈമാൻ മദീനയിലേക്ക് ചെന്ന് ചേരും. അതൊരു ഹദീസിൻ്റെ ഭാഗമാണ്. നമ്മുടെ അക്ഷരങ്ങൾ ശരിയാക്കാൻ വേണ്ടി കോപ്പി രൂപത്തിൽ എഴുതി നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അൽ മുഅ്ജം, നമുക്ക് പ്രധാനപ്പെട്ട ചില അർത്ഥങ്ങൾ നോക്കാം. ദഅ ക്ഷണിച്ചു, ദഅ ക്ഷണിച്ചു. ആദാ ദ്രോഹിച്ചു, ആദാ ദ്രോഹിച്ചു. ഇസ്തഖ്ബല സ്വീകരിച്ചു, ഇസ്തഖ്ബല സ്വീകരിച്ചു. അൻഷദ ആലപിച്ചു അഥവാ പാടി. ബന നിർമ്മിച്ചു, ബന നിർമ്മിച്ചു. ഇഷ്തഹറ പ്രസിദ്ധമായി, ഇഷ്തഹറ പ്രസിദ്ധമായി. ആശ ജീവിച്ചു, ആശ ജീവിച്ചു.